ജിം റാഡ്ക്ലിഫിൻ്റെ ഷെയർ ഒഫീഷ്യലായി മണിക്കൂറുകൾക്ക് ശേഷം പുള്ളിയുടെ ഇൻ്റർവ്യൂ വന്നിരിക്കുകയാണ്. BBC സ്പോർട്സിന് കൊടുത്ത ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഓണറിനേക്കാളും ഒരു ഫാൻ ബോയ്, ഒരു ബോയ്ഹുഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ സംസാരിക്കുന്ന പോലെ നമുക്ക് അതിനകത്ത് പുള്ളിയുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേനും തോന്നത്തുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു യുണൈറ്റഡിലുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരിക്കലും ഒരു പ്രോഫിറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ല എന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രോഫിറ്റ് ആയിരുന്നു എൻ്റെ ലക്ഷ്യം എങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു പെട്രോ കെമിക്കൽ കമ്പനിയിലോ വല്ലതും വേറൊരു പെട്രോ കെമിക്കൽ കമ്പനിയിലോ വല്ലതും ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. ഞാൻ ആവശ്യത്തിന് കാശ് എൻ്റെ പോക്കറ്റിലുണ്ട്, എനിക്കിനി കാശിൻ്റെ ആവശ്യമില്ല. സോ എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് എന്ന് പറയുന്ന എൻ്റെ ക്ലബിനെ എനിക്ക് ഇതിനെ പഴയ പോലെ ആക്കണം, പഴയ പോലെ ആ ഒരു സക്സസ്ഫുൾ ക്ലബ്ബാക്കി മാറ്റണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പുള്ളി വ്യക്തമായിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ പുള്ളിയുടെ വാക്ക് ഒരു ഭാഗത്ത് വെച്ചോ, എന്നിട്ട് പുള്ളിയുടെ പ്രവൃത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് അവർ പറയുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇനിയോസും തമ്മിലുള്ള എഗ്രിമെൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ട്രോളേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയും തമ്മിലാണ് എഗ്രിമെൻ്റ് ആയിരിക്കുന്നത്. ഈ ഒരു 27.7% ഷെയർ മേടിക്കാനുള്ള എഗ്രിമെൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ട്രോളേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും തമ്മിലാണെന്ന് വ്യക്തമായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ട്രോളേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഷെയർ മേടിക്കാൻ വേണ്ടി ജിം റാഡ്ക്ലിഫ് ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്. അതിൻ്റെ CEO ജിം റാഡ്ക്ലിഫാണ്. സോ പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്താണ് പുള്ളി ഈ ഒരു ഷെയർ മേടിച്ചിരിക്കുന്നത്, അല്ലാതെ ഇനിയോസിൻ്റെ കാശെടുത്തോണ്ടല്ല പുള്ളി ഇത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ആക്ഷൻസ് നമ്മൾ നോക്കിയാൽ ആക്ഷൻസും ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ വേർഡ്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻസാണ്. പുള്ളിയുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പം എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ വേർഡ്സിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പുള്ളിയുടെ ആക്ഷൻസും. അപ്പം ഇതല്ലാതെ തന്നെ പുള്ളി ക്ലബിൻ്റെ സ്റ്റേഡിയത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തെയൊക്കെ എന്താ പറയുന്നത്, ഈ ഒരു നോർത്തിലെ വെംബ്ലിയാക്കി മാറ്റണം, വമ്പൻ സ്റ്റേഡിയം 90,000 സീറ്റിംഗ് ഉള്ള സ്റ്റേഡിയമാക്കി മാറ്റണം എന്നുള്ള കാര്യമൊക്കെ പുള്ളി ഇതിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി മാഞ്ചസ്റ്റർ സിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ ലിവർപൂളിനെ പറ്റിയും പറയുന്നത് അവർ ഓൺ ദ പിച്ച് അവർ ഞങ്ങളുടെ എനിമീസാണ്, അവരുടെ അവരിപ്പോൾ സക്സസ്ഫുൾ ആണ്, പക്ഷേ അവരെ ഫുട്ബോൾ പിച്ചിൽ അവരുടെ സക്സസ് അത് അവസാനിപ്പിക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ലക്ഷ്യമാണ്. അത് പണ്ട് ഈ രീതിയിൽ ആസ് എ ഫാൻ എന്നുള്ള രീതിയിലാണ്, ഈവൻ ഒരു മാനേജറാണ് ആയിരുന്നെങ്കിലും ഒരു ഫാൻ എന്നുള്ള രീതിയിലായിരുന്നു എപ്പോഴും അലക്സ് ഫെർഗ്യൂസൺ മറ്റുള്ള ടീമുകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലാണ് ശരിക്കും ജിം റാഡ്ക്ലിഫും സംസാരിക്കുന്നത്. ഇത് ശരിക്കും ഈ ഒരു രീതിയിലുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓണർ ഇത് ശരിക്കും നമ്മുടെ തലവര മാറ്റി എഴുതും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം കഴിഞ്ഞ 10-18 വർഷമായിട്ട് ഗ്ലേസേഴ്സിന് ഫാൻസിൻ്റെ ഇടയിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു ഹോപ്പാണ് ശരിക്കും ഒരൊറ്റ ഇൻ്റർവ്യൂ കൊണ്ട് ജിം റാഡ്ക്ലിഫിന് കൊടുക്കാൻ വേണ്ടി പറ്റിയത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഗ്രീൻവുഡിൻ്റെ ഭാവി എന്താണെന്നുള്ള ഒരു സംഭവമാണ്. കാര്യം ഗ്രീൻവുഡിൻ്റെ ഭാവിയെക്കുറിച്ച് പുള്ളിയുടെ വാക്കിൽ നിന്ന് നമുക്ക് ചിലപ്പം ഒരു ഹോപ്പൊക്കെ കണ്ടേക്കാം, ചിലപ്പം ഗ്രീൻവുഡിനെ തിരിച്ച് കൊണ്ടുവന്നേക്കാം എന്നുള്ളൊരു ഹോപ്പൊക്കെ തരുന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളി പറയുന്നുണ്ട് ഫാൻസിൻ്റെ ഒപ്പീനിയൻ, ക്ലബിൻ്റെ വാല്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെയായിട്ടും ഗ്രീൻവുഡിൻ്റെ കാര്യത്തിലൊരു ഹോപ്പൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല ഇതുവരെയായിട്ടും ഫാൻസ് ഒന്നും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഈവൻ യുണൈറ്റഡിൻ്റെ ഫാൻസ് അംഗീകരിച്ചാലും ഇത് റൈവൽ ഫാൻസ് ഇതൊരു യുണൈറ്റഡിൻ്റെ അഗൻസ്റ്റ് ഒരു വെപ്പൺ പോലെ ശരിക്കും യൂസ് ചെയ്യും. അവരുടെ എവേ മാച്ചസിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അപ്പം ഇവരൊരു പുതിയ ഓണർഷിപ്പ് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടി ഈസിയർ ഡിസിഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ലോക്കൽ ഫാൻസിനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി ഈസിയർ ഡിസിഷൻ എന്ന് പറയുന്നത് ഗ്രീൻവുഡിനെ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രീൻവുഡിനെ വിറ്റാലും ഒത്തിരി കാശൊന്നും കിട്ടത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഓൾമോസ്റ്റ് ഒരു 35 മില്യൺ പൗണ്ട്സിൽ കൂടുതലൊന്നും കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. പുള്ളിക്ക് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന ലാലിയ ക്ലബ്സ് എന്ന് പറയുന്ന ബാർസ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇങ്ങനത്തെ ക്ലബ്ബുകളുടെ പേരൊക്കെയാണ് പുള്ളിയായിട്ട് ലിങ്ക് ചെയ്യുന്നത്. പക്ഷേ ബാർസയ്ക്കാണെങ്കിൽ ഫൈനാൻസ് ഇല്ല, ആ പടയുള്ള അത്ലറ്റിക്കോ മാഡ്രിഡാണ്. അപ്പോൾ കൂടുതൽ ക്ലബ്ബ് പുള്ളിക്ക് വേണ്ടി വരണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കണം പുള്ളി ഈ രീതിയിൽ പോസിറ്റീവായിട്ട് ഗ്രീൻവുഡിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കുറച്ചുകൂടെ കാശ് നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഗ്രീൻവുഡിനെ ഇവിടുന്ന് വിറ്റ് ഒഴിവാക്കുക എന്ന് വിചാരിക്കുക. അപ്പം ഗ്രീൻവുഡിനെ വിറ്റ് ഒഴിവാക്കിയാൽ നമുക്കൊരു റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ അല്ലെങ്കിൽ സ്ട്രൈക്കറായിട്ട് ഇപ്പം 2 പ്ലെയറിനെ കൊണ്ടുവരേണ്ടി വരും. ഗ്രീൻവുഡിനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റൈറ്റ് വിങ്ങിൽ കളിക്കാൻ ഒരു പ്ലെയർ, അതുപോലെ തന്നെ ഹോയിലൻഡിൻ്റെ ബാക്കപ്പ് 2 പ്ലെയറിനെ കൊണ്ടുവരേണ്ടി വരും. നമ്മൾ 35 മില്യൺ ആയിരിക്കും നമുക്ക് ആ പടം കിട്ടുന്നത്. ഒരു റൈറ്റ് വിങ്ങർ, ഇപ്പോൾ പെഡ്രോ നെറ്റോ അല്ലെങ്കിൽ ഒലീസ ഇങ്ങനത്തെ പേരുകളൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള മിനിമം ഒരു 60 മില്യൺ പൗണ്ട്സ് എങ്കിലും കൊടുത്താലേ ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ കിട്ടത്തുള്ളൂ. ഞാൻ മിനിമം വാല്യൂ പറഞ്ഞത്. അപ്പം അതാണ് സ്ഥിതി. ശരിക്കും പറഞ്ഞാൽ ഗ്രീൻവുഡ് ഇവിടുന്ന് പോകുന്നത് നമുക്ക് ഫൈനാൻഷ്യലി ഭയങ്കര നഷ്ടമാണ്.
പക്ഷേ ക്ലബിൻ്റെ വാല്യൂസ്, ഫാൻസിൻ്റെ ഒപ്പീനിയൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്ത് നോക്കുമ്പം എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ആരും വലിയ പ്രതീക്ഷ വെക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നെ പുള്ളിയോട് ടെൻ ഹാഗിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടെൻ ഹാഗിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അലക്സ് ഫെർഗ്യൂസൺ പോയി കഴിഞ്ഞ് ഇവിടെ ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള മാനേജേഴ്സ്, നല്ല ഏബിൾ ആയിട്ടുള്ള മാനേജേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് പലർക്കും ഇവിടെ വന്നിട്ട് സക്സസ് ആകാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാനേജേഴ്സിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ മാനേജറിൻ്റെ ചുറ്റിനുമുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ചുറ്റിനുമുള്ള ആൾക്കാരെ നമ്മൾ ഇതുവരെ മാറ്റുന്നില്ല. അപ്പോൾ പ്രോബബ്ലി ആ ഒരു മാനേജറിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ഹോൾ എൻവയോൺമെൻ്റ് ആയിരിക്കാം പ്രശ്നം. അതുകൊണ്ട് തന്നെ പുള്ളി ചേഞ്ചസ് വരുത്താൻ പോകുന്നത് മാനേജറിന് ചുറ്റിനുമുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആൾക്കാരുടെ ചേഞ്ചാണ് പുള്ളി ആഗ്രഹിക്കുന്നതെന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒമർ ബറാഡയുടെ സൈനിങ് ഡാൻ ആഷ്വർത്തിൻ്റെ കാര്യത്തിൽ പുള്ളി ന്യൂകാസിലിനെ കളിയാക്കുന്നുണ്ട്. അപ്പം ന്യൂകാസിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ 1.5 വർഷത്തെ ഗാർഡനിങ് ലീവിലൊക്കെ വിടുന്നതിനെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ മാൻ സിറ്റി അപ്പുറത്ത് ഒമർ ബറാഡയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ മച്ചുവേർഡായിട്ടാണ് അവർ സംസാരിച്ചത്, അല്ലെങ്കിൽ അവർ ആ ഒരു ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടത്തിയത്. സ്റ്റിൽ പുള്ളി ഗാർഡനിങ് ലീവിലാണെങ്കിൽ പോലും കുറച്ചുകൂടെ മച്ചുവേർഡായിട്ടാണ് കാര്യങ്ങളെ മാൻ സിറ്റി ഡീല് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഷെയ്ഖ് ജാസിമിനെ കുറിച്ച് പറയുന്നത്, ഷെയ്ഖ് ജാസിം എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല, ഇതുവരെയായിട്ടും ഗ്ലേസേഴ്സ് അവരെ നേരിട്ട് പുള്ളിയെ കണ്ടിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ടെൻ ഹാഗിന് ശരിക്കും പുള്ളി ഒരു ഫെയർ ചാൻസ് കൊടുക്കാൻ വേണ്ടി പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. എന്താണേലും അടുത്ത ഒരു സീസണും കൂടെ എങ്കിലും ടെൻ ഹാഗിന് മിനിമം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം സക്സസിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം സക്സസ് വരും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിന് 2-3 വർഷം എടുക്കും. അത് ലിവർപൂളിനായാലും മാൻ സിറ്റി ആണെങ്കിലും പയ്യാണ് ആ ഒരു സക്സസ്സിലേക്ക് എത്തിയത്. സോ പേഷ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും പേഷ്യൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അത് യുണൈറ്റഡിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, യുണൈറ്റഡ് പെട്ടെന്ന് എടുപിടിയിൽ ഒരു സക്സസ് ആയി മാറും എന്നാരും പറയത്തില്ല. പക്ഷേ ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള ഇൻ്റർവ്യൂ, അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓണറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഓരോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനും എനിക്കറിയാം ഉള്ളിൽ ഒത്തിരി സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ക്ലബ്ബ് റൈറ്റ് ഡയറക്ഷനിൽ മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. ഗ്ലോറി മാൻ യുണൈറ്റഡ്.